പണ്ട് സ്കൂളിൽ പഠിച്ച പാട്ടാണ് പാടാൻ പോകുന്നത്. അമ്മച്ചിക്ക് സുഖമില്ലാത്ത അമ്മച്ചിയാ. എല്ലാവരും ലൈക്കൊക്കെ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. അപ്പം അമ്മച്ചി ഓർത്തിരുന്ന് പാടുവാ. പാടിക്കോ. കാലികൾ കാണാഞ്ഞു ബാലകന്മാർ പിന്നെ കനേനം തന്നിൽ നടക്കുന്നേരം ഘോരമായുള്ള ഒരു കാട്ടുതീ കാണാഞ്ഞു ഫലം ചുവന്നു വരുന്നതപ്പം. ഇനി ഓരോ പാട്ടിൻ്റെയും കുറേശ്ശെ ഞാൻ ഓർക്കുന്നുള്ളൂ. അത് ഞാൻ പാടുക. കുറ്റിച്ചെവിയെന്നായെ കൊണ്ടൊരു കുറ്റം പറവാൻ കാൺമാനില്ല. ജ്യേഷ്ഠക്കായി വിളിച്ചിറങ്ങും ജ്യേഷ്ഠൻ കേട്ട കൗശലമോ പലകലമുള്ളൊരു പുരുഷനെ വേണ്ടി തലമുടിയൊക്കെ നിരച്ച് വെളുത്തു. ചിലക കുടിയും കൊള്ള തലയിൽ അവനൊരു രോമവുമില്ല. മിക്കത് മുഴുവൻ രക്ഷസുമാരിക്കെന്ന് കംസൻ കൃഷ്ണൻ പൂതന എന്ന കഥയിൽ നല്ലൊരു ജാതി വന്നു പിറന്നു. ഹരികന്നായുടെ രക്ഷണമുണ്ട്, ഹരിയെ കൂടെ പോയിട്ടില്ല. ഇല്ല, ഇനിയും പാടാനുണ്ട്. ഇനി കുറേ പാട്ട് പാടണമെന്നുണ്ട്. എല്ലാം ഓർമ്മയിൽ നിൽക്കുന്നില്ല. ഒരു നാണവരിയൊക്കെയാണ് നിൽക്കുന്നുള്ളൂ. കുഞ്ചൻ നമ്പ്യാരുടെ ഒരു കൃതിയുടെ ഒരു ഉന്യാസമുണ്ട്. കുഞ്ചൻ നമ്പ്യാരുടെ ഇങ്ങോട്ട് പാടിയിട്ട് നിർത്തുവോ? കുഞ്ഞിരാമൻ്റെ പൊടിക്കയിൽ എന്നുള്ളൊരു പാഠപുസ്തകത്തിൻ്റെ എനിക്ക് പറയാനുണ്ട്. കുഞ്ഞിരാമൻ്റെ പൊടിക്കയിൽ എന്നുള്ളൊരു പാഠം ഉണ്ടായിരുന്നു. കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞ ഒരാളെ അവനെ എല്ലാ വീട്ടിലും പോയിന്ന് പശുവിന് വെള്ളം കൊടുക്കാനാണെന്ന് പറഞ്ഞാൽ വലിയ പാത്രം കടം മേടിക്കും. വലിയ പാത്രം കടം മേടിച്ച് കഴിയുമ്പോൾ എല്ലാവരും ആ പാത്രം കൊടുക്കും. എന്നിട്ട് പ്രസവിച്ചിട്ട് കുഞ്ഞിനെ തരാമെന്ന് പറഞ്ഞാണ് ഈ പാത്രം മേടിക്കുന്നത്. ആ പ്രസവിച്ചപ്പോൾ കൊണ്ടുവരാൻ താമസിച്ച് കഴിയുമ്പോൾ അത് പ്രസവിച്ച് കിടക്കുമെന്ന് പറയും. എന്നിട്ട് ആദ്യം മേടിച്ച വീട്ടിൽ ഒരു ചെറിയ പാത്രവും വലിയ പാത്രവും കൂടെ കൊണ്ടു കൊടുക്കും. അത് കണ്ടുകൊണ്ട് മറ്റുള്ളവരെല്ലാവരും പിന്നെയും കൊടുക്കും. അങ്ങനെ കുറേ വീടുകളിൽ നിന്നെല്ലാം പാത്രങ്ങൾ വാങ്ങും. കുറച്ച് വീടുകളിലൊക്കെ ചെറിയ പാത്രം വലിയ പാത്രം തിരിച്ചു കൊടുക്കും. അപ്പോൾ എല്ലാവർക്കും വിശ്വാസം വന്ന് അതാണ് നമ്മുടെ കുഞ്ഞിരാമൻ്റെ പൊടിക്കൈ. ലാസ്റ്റ് മേടിക്കുന്നവരോടൊന്നും കൊടുക്കുകയില്ല. അപ്പോൾ ലാസ്റ്റ് കിട്ടുന്ന അവന് ലാഭമായില്ലേ. അതാണ് നമ്മുടെ കുഞ്ഞിരാമൻ്റെ പൊടിക്കൈ. 4ാം ക്ലാസ്സിൽ നിന്നൊക്കെ പഠിച്ചതാണ്. എനിക്കിപ്പോൾ 65 വയസ്സായി, 66 വയസ്സുമായി. ഇപ്പോൾ അത്രയൊക്കെ ഓർമ്മയിൽ നിൽക്കുന്നുള്ളൂ. പിന്നെ കൊണ്ടിനെറ്റി തവളെ കുന്നിന് വേദ പിറക്കാൻ മോഹം എങ്ങനെ കിട്ടി പെണ്ണിന് മാതിരി ചന്തം പ്രാക്ക് സറ്റും പൗണ്ടം പെണ്ണും പോക്കേറ്റിച്ചിൽ തൃക്കാടുകളും അങ്ങനെ കുന്നിൻ ചെരുവിയിലായി നോക്കുവിൻ ആനന്ദമായ ഒരു കൊച്ചു ഗ്രാമം. ആ കൊച്ചു ഗ്രാമത്തിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്കറിയാം. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. കൊച്ചു ഗ്രാമം എന്ന് പറഞ്ഞാൽ വലിയ ദൂരെ എങ്ങനെ കുന്നിൻ ചൊരിവിലായി നോക്കുവിൻ ആനന്ദമായ ഒരു കൊച്ചു ഗ്രാമം. സുന്ദരിയും സുശീലയുമായ നമ്മുടെ നീൽപ്പെണ്ണ് ആ ഗ്രാമത്തിൽ താമസിക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് ആർക്കും പോകാനോ വരാനോ ഒന്നും പറ്റുന്നില്ല. കാണാൻ വേണ്ടിയിട്ട് മരത്തിൻ്റെ പുറത്ത് കയറിയെന്നാണ് അവളെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരുന്നത്. അവസാനം അവിടെ ആരുമില്ലാത്ത സമയത്ത് അവരെ ഇറങ്ങിച്ചെന്ന് ഇത്തിരിയോളം തീ തന്നേടി നീലിപ്പെണ്ണെ എൻ്റെ സിഗരറ്റൊന്ന് കൊളുത്തിക്കോട്ടെ നേരം പോക്കാൻ. നമ്മുടെ സുന്ദരി മാത്രമൊന്നുമല്ല, അവൾക്ക് അതിബുദ്ധിയും ഉണ്ടായിരുന്നു. അവളെ പറ്റിക്കാനൊന്നും ആരും ശ്രമിച്ചാൽ പറ്റിയല്ലായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു ഇത്തിരിയോളം തീ തന്നേടി നീലിപ്പെണ്ണെ എൻ്റെ സിഗരറ്റൊന്ന് കൊളുത്തിക്കോട്ടെ നേരം പോക്കാൻ. അപ്പോൾ അവൾ പറയുക അടുപ്പിലെ തീയാണപ്പോൾ തന്നെ കെടുത്തിപ്പോയി അയ്യോ തീപ്പെട്ടിയിലും കോലില്ലല്ലോ കൊച്ചമ്പ്രാനെ. വിവരവും വൃത്തിയും ശുദ്ധിയും സൗന്ദര്യവും വിവരവുമുള്ള നമ്മുടെ നീലിപ്പെണ്ണ് ആരെ എടാ പോടാമെന്ന് വിളിക്കുകയില്ല. നല്ല പേരുകളൊക്കെ അവൾ വിളിക്കുകയുള്ളൂ. എല്ലാവരോടും നന്നായിട്ടൊക്കെ പെരുമാറുന്നൊരു പെണ്ണ. അപ്പോൾ എല്ലാവരും അവളെ തോൽപ്പിക്കാൻ വേണ്ടി നോക്കുക. അപ്പം പിന്നെ കുറച്ച് കൂട്ടർ പിന്നെയും വന്ന് ചോദിക്കുക ഇളവേൽ കൊണ്ടിട്ട് എന്തൊരു ദാഹം നീലിപ്പെണ്ണെ നിന്റെ കുളിരിളകുന്ന കൈ കൊണ്ട് ഇത്തിരി വെള്ളം തായോ. കോരിയ വെള്ളം ഇരിപ്പില്ലല്ലോ കൊച്ചമ്പ്രാനെ അയ്യോ പാളയം കയറും കൈവിട്ട് ചിക്കിനട്ടിപ്പോയി. ഇളവേൽ കൊണ്ടിട്ട് എന്തൊരു ദാഹം നീലിപ്പെണ്ണെ നിന്റെ കുളിരിളകുന്ന കൈ കൊണ്ട് ഇത്തിരി വെള്ളം തായോ. കോരിയ വെള്ളം ഇരിപ്പില്ലല്ലോ കൊച്ചമ്പ്രാനെ അയ്യോ പാളയം കയറും കൈവിട്ട് ചിക്കിനട്ടിപ്പോയി. ഇല്ല, അങ്ങനെ അവള് ഇരുന്ന്
കഷ്ടപ്പെട്ട് ജീവിച്ചിങ്ങനെ പോകുന്ന വഴിയാണ്. അന്നേരം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കണ്ണില്ലാത്തൊരു മനുഷ്യൻ അയ്യാ കടന്നു വരുന്നു. ഇവരെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ, ഇന്നത്തെ കാലത്ത് കണ്ണില്ലെന്ന് പറയണമെന്നൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്നും കരുതി ഇവർ വലിയൊരു ചെമ്പിൽ വെള്ളം നിറച്ചിട്ട് വഴി കൊണ്ട് വെച്ചു. ഇവരെ കണ്ണില്ലെങ്കിൽ തട്ടി വീഴുമല്ലോ, അപ്പോൾ കണ്ണുണ്ടോ ഇല്ലോ എന്ന് പരിശോധിക്കാൻ വേണ്ടി വളരെ ബുദ്ധിവാദി അങ്ങനെ ചെയ്തു. അങ്ങനെ അയാൾ പതുമി വരുമ്പം ആ ചെമ്പിലേക്ക് തട്ടി അങ്ങ് വീണു. വെള്ളത്തിൽ കിടന്ന് സ്വിമ്മിംഗ് പൂളിൽ കളിക്കും പോലെ കളിക്കണ കണ്ടപ്പോൾ ഇവള് സ്ഥലം വിട്ട്. അപ്പോൾ അത് സത്യമാണെന്നുള്ള വിശ്വാസമായി. അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് പേര് മരത്തിൻ്റെ പുറത്ത് കയറി ഇരുന്ന് ഇവളെ കാണാൻ വേണ്ടി. അപ്പോൾ ഇവൾ ഒരു കുടം വെള്ളം കോരാൻ വേണ്ടിയിട്ട് പോയി. ഒരു വേലി കടന്ന് കൊള്ളു മറിഞ്ഞ് ചാടി ചെന്ന് വെള്ളം കോരി എളിയിൽ വെച്ച് വരുമ്പോൾ ഉണ്ട് വലിയ ഒരു കൂറ്റൻ കുഴി. അത് കടക്കാൻ വേണ്ടി ഇവൾ കാലെടുത്ത് വെക്കുമ്പോൾ ഇവളൊരൊറ്റ ചാട്ടത്തിന് ഇവളുടെ വയറൽപ്പം കൂടി മുന്നോട്ട് വന്നു. അപ്പം അവർ കൈകൊട്ടി പറയുക, അങ്ങനെ ഇങ്ങനെ നീലിപ്പെണ്ണിന് മാസം 10 അയ്യോ കാലക്കേടിന് കൊച്ചമ്പ്രാനും കോളേജിൽ പോയി. കൊയ്ത്തുകാല സമയമാണ്. ആ കിട്ടിയ അവസരം അവർ കളഞ്ഞില്ല. അവർ ചതിക്കാനും വഞ്ചിക്കാനും നോക്കാൻ വേണ്ടിയിട്ട് തന്നെ കുറേ കാലങ്ങളായി കാത്തു കെട്ടിയിരിക്കുന്നത്. അന്ന് ഞങ്ങൾ ഇരിക്കുമ്പോഴുണ്ട് പഠിക്കലെ കണ്ടം കൊയ്യണ ദിവസം പാലക്കാട്ട് തമ്പ്രാൻ പാലക്കാട്ട് പഠിക്കലെ കണ്ടം തമ്പ്രാൻ നാട്ടിന് പോയി കൊയ്ത്തുകാർമാൻ. എൻ്റെ വീട്ടിൽ കൊയ്ത്തരിവാളുണ്ട്, അതവിടെ വെറുതെ ഇരിക്കുമൊന്നുമല്ല. കൊയ്ത്തരിവാളുണ്ട് എൻ്റെ കയ്യിൽ, വേഗം പോയിക്കോ കൊച്ചമ്പ്രാനെ എന്ന് പറഞ്ഞ് ഇവിടെ തീ മാറി. അപ്പോഴുണ്ട് ഒരു ടീം ആൾക്കാർ തല തുപ്പിയൊക്കെ ഇട്ട് വരുന്നു. ഏത് പാർട്ടിയാണെന്നുള്ളവർക്ക് മനസ്സിലായില്ല. അപ്പോൾ അവർ പറഞ്ഞു, വണ്ടിക്കാരൻ വീരാങ്കാക്ക 2ാം കെട്ടിൽ പൂതി വെച്ചു, കൊണ്ടോട്ടി ചെന്ന് കണ്ടു 2 കാരി പാത്തുമ്മാനെ. തക്കാരം കഴിഞ്ഞപ്പം പാത്തുമ്മ പറയുന്നു, ഇക്കാര്യം നടപ്പില്ലെന്ന് എനിക്കാവൂല, തക്കാലം മനസ്സില്ലെന്ന്. ചെമ്പം കണ്ണിൽ കൺമണി തേച്ച് കൊമ്പം വീശരിഞ്ഞും വെച്ച് മൊട്ടത്തലയൊരു കെട്ടും കെട്ടി പട്ടുറുമാലി ചെന്നും കണ്ട് തീവണ്ടി കയറി വന്ന തൻ്റെ കൽപ്പിൽ തീപ്പെട്ടി ഉരയ്ക്കുന്നു പാത്തുമ്മ. ഹൈ വണ്ടിക്കാരൻ വീരാങ്കാക്ക 2ാം കെട്ടിന് പൂതി വെച്ച് കൊണ്ടോട്ടി ചെന്ന് കണ്ടു 2 കാരി പാത്തുമ്മാനെ. തക്കാരം കഴിഞ്ഞപ്പം പാത്തുമ്മ പറയുന്നു, ഇക്കാര്യം നടപ്പില്ലെന്ന് എനിക്കാവൂല, തക്കാരം മനസ്സില്ലെന്ന്.